ഗുഡ് മോർണിംഗ്. പീസ് കമ്മിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്ത, മനുഷ്യരായ എല്ലാവരും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഭാരം വഹിക്കുന്നവരാണ്. കുടുംബത്തിൻ്റെ ഭാരം, കടഭാരം, ജോലിയിലുള്ള ഭാരം, യാത്രയിലുള്ള ഭാരം. അതൊരു പക്ഷേ ആർക്കുമാകാം. ഒരുപക്ഷെ നിങ്ങൾ ഒരച്ഛനായിരിക്കാം, ഒരമ്മയായിരിക്കാം, മക്കളായിരിക്കാം, ആരുമായിക്കൊള്ളട്ടെ. നിങ്ങളുടെ ഭാരം നിങ്ങളുടെ മനസ്സിൽ മാത്രമായാണ് നിങ്ങൾ ഒതുക്കി ജീവിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഭാരങ്ങളെല്ലാം നമ്മൾ വഹിച്ച് വളരെ വല്ലാതെ യാത്ര ചെയ്യുക. ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഏതെങ്കിലും ഒരു ഭാരം നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. ആരോടും പറയാൻ കഴിയില്ലായിരിക്കും. ഒരുപക്ഷെ ആരോടും അതൊന്നും നമുക്ക് ഷെയർ ചെയ്യാൻ ഒരു പക്ഷേ ആരും ഉണ്ടായെന്നും വരില്ല. പക്ഷെ ഉണ്ടായേക്കാം. എങ്കിലും ആ ഭാരം വല്ലാതെ നമ്മളെ വേദനിപ്പിക്കുമ്പോഴും ബൈബിൾ പറയുന്നു, മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു നല്ല ദൈവം യേശു കർത്താവ്. നമ്മുടെ വിഷമങ്ങൾ, നമ്മൾ ഏതവസ്ഥയും, നമ്മളെവിടെ ആയിക്കൊള്ളട്ടെ, ഒരുപക്ഷെ വീടിൻ്റെ ഉള്ളിലായിരിക്കാം, അടുക്കളയിലായിരിക്കാം, ബെഡ്റൂമിലായിരിക്കാം, ഒരുപക്ഷെ യാത്രയിലായിരിക്കാം, ഒരുപക്ഷെ ജോലി സ്ഥലങ്ങളിലായിരിക്കാം, എവിടെ ആയിരുന്നാലും നമ്മൾ അറിയാതെ നമ്മുടെ ഭാരം കൂടുന്ന ഒരവസ്ഥയാണ്. അതിന് നടുവിലും വചനം പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരിക. ആ അടുക്കൽ ചെല്ലുവാൻ, നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കാൻ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. അതാണ് യേശുവിൻ്റെ സന്നിധിയിൽ. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കുവാൻ ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.